നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച വഴി പല വിശേഷണങ്ങളും കിട്ടി. പ്രതിപക്ഷം കളിയാക്കാനായി പലതും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ മന്ത്രിമാർ പുകഴ്ത്തലുകൾ കൊണ്ട് പൊതിഞ്ഞു. ഇരട്ടച്ചങ്കനും കപ്പിത്താനുമെല്ലാം പിണറായി കേട്ട മടുത്ത സമയത്താണ് മന്ത്രി വാസവൻ്റെ ക്ലാസ് പ്രയോഗമെത്തിയത്. പിണറായിയെ വാസവൻ വിശേഷിപ്പിച്ചത് ദൈവ അവതാരമായിട്ടായിരുന്നു. ഇതിനെ വ്യക്തിപൂജയായി ചിലർ വിലയിരുത്തി. അടുത്ത CPM സെക്രട്ടേറിയറ്റിൽ വാസവൻ വിമർശന മുനയിൽ നിൽക്കുമെന്ന് പോലും ഏവരും കരുതി. എന്നാൽ ദൈവ അവതാര പിറവിയുടെ ക്രിസ്മസ് കഴിയുമ്പോൾ പുതുവർഷത്തിൽ ഭരിക്കാൻ വാസവന് ഒരു വമ്പൻ വകുപ്പ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഇനി തുറമുഖ മന്ത്രിയാണ് വാസവൻ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ പദ്ധതിയുടെ അമരക്കാരൻ. വലിയ പുനഃസംഘടനകൾ നടത്താതെ തന്നെ വാസവന്റെ രജിസ്ട്രേഷൻ എടുത്തു കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകി. പകരം തുറമുഖം നൽകിയ ഇടപെടൽ. അങ്ങനെ ദൈവ അവതാര ചർച്ചകളിൽ വാസവൻ അതിജീവനം നടത്തുകയാണ്. പിണറായിയെ ദൈവ അവതാരമാക്കുന്നതിനോട് CPM താല്പര്യമില്ലെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. CPM വ്യക്തിപൂജയെ അനുകൂലിക്കുന്ന പാർട്ടിയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. മന്ത്രി VN വാസവൻ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചിരുന്നു. എന്നാൽ പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം ഒന്നും വാസവന് വിനയായില്ല. ഈ മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസ് കഴിഞ്ഞാൽ താനാണ് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരന സന്ദേശം ഏവർക്കും നൽകുകയാണ് വാസവൻ. നവകേരള സദസ്സിന്റെ അവസാന ഘട്ടത്തിലാണ് പിണറായിയെ പുകഴ്ത്തി VN വാസവൻ ദൈവത്തിന്റെ വരദാനം എന്ന പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവം കേരളത്തിൽ നൽകിയ വരദാനമാണെന്നാണ് മന്ത്രി വാസവൻ പറഞ്ഞത്. കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തെ രക്ഷിച്ചത് മുഖ്യമന്ത്രിയാണെന്നും പിണറായിയെ തൊടാൻ സതീശനും സുധാകരനും കഴിയില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് രക്ഷാകവചം തീർക്കുമെന്നും VN വാസവൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ പ്രതികരണത്തോട് കരുതലോടെ CPM സെക്രട്ടറി പ്രതികരിച്ചത്. ഇതിനൊപ്പം ഈ പരാമർശത്തിന് വ്യക്തിപൂജയുടെ ധ്വനിയുണ്ടെന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടല്ല. ഇക്കാര്യത്തെക്കുറിച്ച് VN വാസവൻ പറഞ്ഞതിനു ശേഷം താൻ പ്രതികരിക്കുമെന്നും അപ്പോൾ നിലപാട് വ്യക്തമാക്കാമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പണ്ട് നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം അമ്പലം പണിയുമെന്ന് പറഞ്ഞു. എന്നാൽ ഭൗതികവാദിയായ അദ്ദേഹം എങ്ങനെ അമ്പലം പണിയുമെന്ന ചോദ്യം പലരും ഉന്നയിച്ചു. എന്നാൽ താൻ ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പണിയുമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഓരോ ആളുകൾ എങ്ങനെ അവർ പറയുന്നത് കൊണ്ട് അർത്ഥം ഉദ്ദേശിക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നും അവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ എന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒടുവിൽ ദൈവമുണ്ടെന്ന് മന്ത്രി വാസവനും തിരിച്ചറിഞ്ഞു എന്ന തരത്തിലാണ് ദൈവ അവതാര പ്രസംഗത്തിന് ശേഷം ട്രോളുകൾ എത്തിയത്. പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി VN വാസവൻ എത്തിയിട്ടും ദൈവ ചർച്ച തുടരുകയാണ്.